JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പം കണക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഒരു കപ്പല് 120 കിലോമീറ്റർ നീളമുള്ള ഒരു വഴി കടക്കുന്നു. കപ്പൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. യാത്ര എത്ര മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയാകുക? ഒരു കപ്പല് 120 കിലോമീറ്റർ നീളമുള്ള ഒരു വഴി കടക്കുന്നു. കപ്പൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. യാത്ര എത്ര മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയാകുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എങ്ങനെ കണ്ടുപിടിക്കാം? ഏതാണ് ശരി ഉത്തരം? 4 മണിക്കൂറാണ് ശരി ഉത്തരം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സമയത്തിന്റെ സൂത്രവാക്യം ഓർത്തിരിക്കുക. Time is equal to distance divided by speed. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്? T is equal to D by S എന്ന് ഓർത്താൽ മതി. നിങ്ങൾ ഓർക്കുക, T is equal to D by S. Time is equal to distance divided by speed. അപ്പോൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? 120 divided by 30 എത്രയാണ്? 4 hour, 4 മണിക്കൂറിന് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. Time is equal to distance divided by speed. അതിനകത്ത് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ T is equal to D by S എന്ന് ഓർത്താൽ മതി കേട്ടോ. T is equal to D by S എന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം. ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപയിൽ നിന്ന് 600 രൂപയായി വർദ്ധിച്ചു. വിലയുടെ വർധനയുടെ ശതമാനം എത്ര? വില വർധനയുടെ ശതമാനം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപയിൽ നിന്ന് 600 രൂപയായി വർദ്ധിച്ചു. വില വർധനയുടെ ശതമാനം എത്ര? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? 4 ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. അതിന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമുക്ക് വില വർധനയുടെ ശതമാനമാണ് കാണേണ്ടത് അല്ലേ? അതായത് പെർസെന്റേജ് ഇൻക്രീസ്. അതിന് നമ്മൾ ഫോർമുല ഉണ്ട്. എങ്ങനെയാണ്? ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. അതായത് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. അതായത് 600 മൈനസ് 500 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100. അതായത് ഏതാണ്? ഒരു ഉൽപ്പന്നത്തിന്റെ വില എത്രയാണ്? 500 രൂപയിൽ നിന്ന് 600 രൂപയാണ് വർദ്ധിച്ചല്ലേ? അപ്പോൾ 600 രൂപ. അപ്പം ഇൻക്രീസ് ചെയ്ത് എത്രയാന്ന് കണ്ടുപിടിക്കാൻ എത്രയാണ് നോക്കണ്ടേ? 600 മൈനസ് 500 നോക്കിയാൽ മതി. അപ്പൊ അത് 100 അല്ല ഇൻക്രീസ് ആയത്. അപ്പൊ 600 മൈനസ് 500 ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 500 രൂപ. 500 ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 100 ബൈ 500 ഇൻറ്റു 100 സമം 20%. എത്രയാണ്? 20%. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. പെർസെന്റേജ് ഇൻക്രീസ് ചോദിക്കുകയാണെങ്കിൽ അതിന് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100 എന്ന് ഫോർമുല ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. വിദ്യാർത്ഥികളുടെ മാർക്ക് 60, 70, 80, 90, 100. ശരാശരി മാർക്ക് എത്ര? വിദ്യാർത്ഥികളുടെ മാർക്ക് 60, 70, 80, 90, 100. ശരാശരി മാർക്ക് എത്ര? ശരാശരി മാർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാണ് ശരാശരി മാർക്ക് കണ്ടുപിടിക്കുന്നത്? ശരാശരി മാർക്ക് കണ്ടുപിടിക്കാൻ സം ഓഫ് മാർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അതായത് സം ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളുണ്ടോ ആ മാർക്ക് മുഴുവൻ കൂട്ടുക, അതിനുശേഷം എത്ര എണ്ണമാണോ അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണ് ഇവിടെ? 60 പ്ലസ് 70 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 100 ഡിവൈഡഡ് ബൈ എത്ര പേരാണ്? 5 കുട്ടികളാണുള്ളത് അല്ലെ? ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 400 ഭാഗം 5 സമയം എത്രയാണ്? 80. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കുക, സം ഓഫ് മാർക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മൊത്തം കുട്ടികളുടെ മാർക്ക് കൂട്ടുക, അതിനുശേഷം എത്ര കുട്ടികളാണോ ഉള്ളത് ആ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അടുത്ത ചോദ്യം. ഒരു കാറ് 1.5 ലക്ഷം രൂപയ്ക്ക് വിലയുള്ളതാണ്. 75,000 രൂപ മുൻകൂട്ടി നൽകി. ബാക്കി തുക 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായി നൽകണം. പ്രതിമാസം എത്ര രൂപ നൽകണം? എല്ലാവരും കാറൊക്കെ വാങ്ങുമ്പോൾ
നമ്മൾ മൊത്തം പൈസ ഒരുമിച്ച് കൊടുക്കാനില്ലാത്തപ്പോൾ കുറച്ച് പൈസ ആദ്യം കൊടുക്കും, അതിനുശേഷം ബാക്കി തുക പിന്നീട് മാസങ്ങളായിട്ട് അടച്ചു കൊടുക്കുന്ന അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് എങ്ങനെ പ്രതിമാസം രൂപ ഇവിടെ നൽകണം, എത്ര രൂപ നൽകണം എന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാറ് 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങി, 1.5 ലക്ഷം രൂപ വിലയുള്ളതാണ്. 75,000 രൂപ മുൻകൂട്ടി നൽകി, ബാക്കി തുക 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായി നൽകണം. പ്രതിമാസം എത്ര രൂപ നൽകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാന്ന്. ബാക്കി തുക എത്രയാണ്? 1.5 ലക്ഷം മൈനസ് 75,000 എത്രയാണ്? അപ്പോൾ എല്ലാവർക്കും അറിയാം 75,000 രൂപയാണ് ബാക്കി തുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറാണ്, അത് 75,000 ആണ് നമ്മൾ മുൻകൂട്ടി നൽകിയത്. ഇനി ബാക്കി എത്ര നൽകാനുണ്ട്? 75,000 രൂപയും കൂടെ നൽകാനുണ്ട്. 1.5 ലക്ഷം മൈനസ് 75,000 സമം 75,000. മാസങ്ങളെ തുല്യമായിട്ട് പിരിച്ചെടുക്കണം. അതിന് എത്രയാണ് നൽകേണ്ടത്? എളുപ്പമുണ്ടല്ലേ? എത്ര മാസമാണുള്ളത്? 12 മാസമാണല്ലേ? അപ്പോൾ 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായിട്ട് വിഭജിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നാ ചെയ്യണം? 75,000 ഭാഗം 12 എത്ര വെച്ച് നൽകണം? 6,250 രൂപ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ്റെ അകത്ത് ഇല്ല അല്ലേ? അപ്പോൾ 6,250 ആണ് കറക്റ്റ് ആൻസർ. 6,250. അടുത്ത ചോദ്യം. ഒരു ടീമിന്റെ ശരാശരി പ്രായം 20 ആണ്. 10 പേർ ഉണ്ടെങ്കിൽ മൊത്തം പ്രായം എത്ര? ഒരു ടീമിന്റെ ശരാശരി പ്രായം 20 ആണ്. 10 പേർ ഉണ്ടെങ്കിൽ മൊത്തം പ്രായം എത്ര? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെയാണ്? ആവറേജ്, അതായത് മൊത്തം പ്രായം ആവറേജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ എന്നാണ് അതിന്റെ ഫോർമുല. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആവറേജ് ഇൻറ്റു നമ്പർ, അതായത് 20 ഇൻറ്റു 10 സമം 200. കണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുല ഓർത്തിരിക്കുക. ആവറേജ് സമം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ആണ്. അപ്പൊ എന്നാ ചെയ്യണം? ആവറേജ് ഇൻറ്റു നമ്പർ, അതായത് 20, ഇവിടെ 20 ഇൻറ്റു 10 200. അടുത്ത ചോദ്യം. 800ന്റെ 25% എത്ര? 800ന്റെ 25% എത്ര? അപ്പോൾ ഇവിടെ 25% എന്ന് പറയാം, അത് നമുക്ക് നോക്കാം അല്ലേ? 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 100 എന്നാണ് അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ 25% എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 800ന്റെ 25% എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 800 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് വരുന്നത്? 200 അല്ലേ? 200. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബസ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ ദൂരം എത്ര? ഒരു ബസ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഫോർമുല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അതിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ ദൂരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ദൂരം ചോദിക്കുമ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ 60 ഇൻറ്റു 3 സമം 180 കിലോമീറ്റർ. ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അടുത്ത ചോദ്യം. 4,000 രൂപ 5% പലിശയിൽ 3 വർഷം നിക്ഷേപിച്ചാൽ പലിശ എത്ര? ഇവിടെ നമുക്ക് ഫോർമുല ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 4,000 രൂപ 5% പലിശയിൽ 3 വർഷം നിക്ഷേപിച്ചാൽ പലിശ എത്ര? ഫോർമുല ഉപയോഗിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 4,000 രൂപ 5%. അപ്പൊ എങ്ങനെയാണ്? 4,000 ഇൻറ്റു 5/100. 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/100 ആണ് അല്ലേ? അപ്പൊ 4,000 ഇൻറ്റു 5/100 എത്ര വരും? 200 വരും അല്ലേ? അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ബാക്കി എത്രയാണ്? അത് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശയാണ് ചോദിച്ചേക്കുന്നത്. 3 വർഷം നിക്ഷേപിച്ച പലിശ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 200നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയാണ്? 600. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റേത് ഫോർമുല എല്ലാം തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓർത്തിരിക്കുക, 4,000 രൂപയുടെ 5% ആദ്യം കണ്ടുപിടിക്കുക.
അതിനെ മൂന്ന് എത്ര വർഷമാണോ തന്നിട്ടുള്ളത് ആ വർഷം കൊണ്ട് ഗുണിച്ചാൽ നിക്ഷേപിച്ച പലിശ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 4000 × 5/100 = 200 അപ്പോൾ അത് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200 × 3 = 600. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.